അപ്പോൾ ഗൈസ് നമ്മുടെ ട്രയംഫ് സർവീസിലോട്ട് കൊടുത്തിട്ടുണ്ട്. 1 വർഷത്തെ സർവീസാണ്. ഇത് കഴിഞ്ഞ മാർച്ചിലാണ് എടുത്തത്. അപ്പോൾ 1 വർഷത്തെ സർവീസിന് കയറ്റി ഏകദേശം 10K കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള യൂസർ എക്സ്പീരിയൻസും എന്തൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്, കംപ്ലൈൻ്റ് ഇല്ല എന്നെല്ലാം നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞുതരാം. 2 വീലർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ച് ഓടിക്കണം. ഇത് വെയിലടിക്കാനുള്ള സാധനമാണ്. 2 വീലർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ച് ഓടിക്കണം, ഇല്ലെങ്കിൽ വലിയ ദുരന്തങ്ങളുണ്ടാകും. അപ്പോൾ വണ്ടി നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇത് 1 വർഷത്തേക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ് എന്തെന്ന് വെച്ചാൽ ഇതിന് ഹാഫ് ക്ലച്ച് നിൽക്കുമ്പോഴോ ചെറിയ ബ്ലോക്കിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഓഫായി പോകാറുണ്ട്. അതൊരു മെയിൻ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് അവരോട് പറഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് ഡ്രൈവിന് മെയിൽ അയച്ചിട്ടുണ്ട്, അങ്ങനെയാണ് പറഞ്ഞത്. ഇതൊരു പെട്രോളിൻ്റെ എന്തോ ഇഷ്യൂ ആണ്, അതിന് ഒഴിക്കേണ്ട ഒരു മരുന്നുണ്ടെന്ന്. ആ സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു സാധനം ഒരു 8 ലിറ്റർ പെട്രോൾ ടാങ്കിലുള്ള സമയത്ത് ഒരു ഹാഫ് ബോട്ടിൽ ഒഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അതങ്ങ് മാറിക്കോളും. പിന്നെ ഉള്ളൊരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എക്സോസ്റ്റിൻ്റെ അവിടെ ഒരു കരി പോലൊരു കരി തന്നെയാണ്. നമുക്ക് തൊടുമ്പോൾ മനസ്സിലാവും കരിയാണെന്ന്. അത് പറഞ്ഞപ്പോൾ അതും നോർമലാണെന്നാണ് അവർ പറഞ്ഞത്. വേറെ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് ആകെ കൂടിയായ കോസ്റ്റ് സർവീസിന് 500 രൂപയും പിന്നെ നമ്മുടെ വാഷിങ്ങിന് 250യും പിന്നെ ഈ ഒരു മരുന്നിന് 200 സംതിങ്ങുമാണ് വന്നിട്ടുള്ളത്. 1000-നകത്ത് തന്നെ എല്ലാം നിന്നിട്ടുണ്ട്. കാരണം വണ്ടി അധികം എടുക്കാത്തത് കൊണ്ട് തന്നെ അത്രയും പണിയും വന്നിട്ടില്ല. പിന്നെ വണ്ടി സർവീസ് കഴിഞ്ഞ് ഇറക്കുമ്പോൾ അവർ മെയിനായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, വളരെ പതുക്കെ പോവുക, ബ്രേക്ക് വളരെ കുറവാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടില്ല. അത് സത്യം തന്നെയാണ്. വളരെ പതുക്കെ തന്നെയാണ് ഞാൻ പോയത്. എത്ര പിടിച്ചിട്ട് പോലും ബ്രേക്ക് നല്ലപോലെ അപ്ലൈ ആവുന്നില്ലായിരുന്നു. സംഭവം ഏബിഎസൊക്കെ ചൂടായി വരുമ്പോഴേ നമുക്ക് ആ ബ്രേക്ക് അതിനനുസരിച്ച് കിട്ടുകയുള്ളൂ.